ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ കുറച്ച് മട്ടയരിയിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാൻ വായോ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മട്ടയരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഏകദേശം ഒരു 1.25 കപ്പോളം മട്ടയരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ വാഷ് ചെയ്ത് കൊണ്ടുവരാം. വാഷ് ചെയ്ത് ഞാനൊരു ബൗളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തതാണ്. ഒരു 10-15ഓളം കുഞ്ഞുള്ളി എടുത്ത് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. ഈ കുഞ്ഞുള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്, അതുകൊണ്ടാണ് കുഞ്ഞുള്ളി എടുത്തത്. ഇനി നമുക്കിത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല പോലെ അരിയും ഇതെല്ലാം കൂടെ കൈ വെച്ച് തന്നെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ കുഞ്ഞുള്ളി എടുക്കാൻ മടിയായിരുന്നു, അതുകൊണ്ട് സവാള എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കുഞ്ഞുള്ളി തന്നെ അങ്ങ് എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തോളൂ. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിതൊരു കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയിട്ട് കുഞ്ഞുള്ളി ചേർത്തൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഈ അരിയും തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാൻ 1 കപ്പ് അരിക്ക് 2.5 കപ്പ് എന്നുള്ള കണക്കിലാണ് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതേ കപ്പിൽ 2.5 കപ്പ് മെഷർ ചെയ്ത് എടുത്താൽ മതി. 1 കപ്പിന് 2.5 കപ്പ് എന്നുള്ള കണക്കിൽ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ. കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബേ ലീഫാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവ അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഉപ്പൊന്ന് ചേർക്കാൻ, എങ്കിലേ ചോറിനകത്ത് നല്ല പോലെ ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ അല്ല, ചോറ് വെന്ത് വരുമ്പോഴേക്കും കറക്റ്റ് ഉപ്പായിരിക്കുള്ളൂ. കുറച്ച് ഉപ്പ് കൂടുതലാണെന്ന് തോന്നുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോഴേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിലൊക്കെ കേട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ട് വേണം അതൊന്ന് തുറന്ന് നോക്കാനായിട്ട്. ഇപ്പോൾ 2 വിസിലൊക്കെ കേട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ മുന്നേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറാണ് കേട്ടോ റെഡി ആയിട്ടുള്ളത്. നല്ല അടിപൊളി തേങ്ങാച്ചോറാണ്. അപ്പോഴും മട്ടയരിയിൽ ഇതുപോലെ തേങ്ങാച്ചോറ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? തേങ്ങാച്ചോറിന് ബെസ്റ്റ് മട്ടയരിയാണ് കേട്ടോ. വേറെ ഒരു അരിയിൽ ഉണ്ടാക്കിയാലും ഇത്ര ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് എണ്ണയും നെയ്യും ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കി ഫെയിൽ ആയിട്ടുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ തന്നെ അങ്ങോട്ട് കഴിച്ചാലോ. ഇതിൻ്റെ കൂടെ ബീഫാണ് കേട്ടോ കുറച്ചും കൂടെ കോമ്പിനേഷൻ. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ബീഫ് കറിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.